ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. യുദ്ധം യുഎസ് വിജയിച്ചു കഴിഞ്ഞു, ഇറാനെ സൈനികമായി തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെടുകയാണ്. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. Yes, അതേസമയം ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണികളിൽ എല്ലാം തന്നെ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ വിപണിയായ സെൻസസിലും വലിയ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഒരു ഘട്ടത്തിൽ അത് 1400 പോയിന്റ് വരെ ഇടിഞ്ഞ സാഹചര്യമുണ്ട്. ഒപ്പം ക്രൂഡ് ഓയിലിന്റെ വില $100 മുകളിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷവും നടത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അന്താരാഷ്ട്ര ഡെസ്കിൽ നിന്നും അജയ് സുധാ ബിജുവാണ് ചേരുന്നത്. അജയ്, ഇന്ന് ട്രംപ് അഭിസംബോധന ചെയ്യും അമേരിക്കൻ ജനതയെ എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയായിരിക്കുമോ ട്രംപ് നൽകുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷേ ഇനിയും യുദ്ധം തുടരും എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രതിഫലനം ഇതാ വിപണികളിൽ കാണാനും സാധിക്കുന്നുണ്ട്. എന്താണ് മറ്റു ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങളടക്കം വന്നിട്ടുണ്ടോ? ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? അഭിലാഷ്, ട്രംപ് ആദ്യം യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇറാനു നേരെയുള്ള സൈനിക നടപടി അത് ഏതാണ്ട് 4 ആഴ്ച നീണ്ടു നിൽക്കും എന്നാണ് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഈയൊരു സംഘർഷം ഏതാണ്ട് 4 ആഴ്ച പൂർത്തിയാകുന്ന ഈയൊരു ഘട്ടത്തിൽ ട്രംപിന്റെ വാർത്താ സമ്മേളനം എല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയിരുന്നത്. ചിലപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ അദ്ദേഹം തുറന്നിടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പലരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച